ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ ഗണിതത്തിലെ രണ്ടാമത്തെ പാഠമായ സംഖ്യകൾ കൂട്ടുകാർ എന്നതിൻ്റെ 2ാം ഭാഗമാണ്. ഇതിൻ്റെ ആദ്യത്തെ ഭാഗം കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ക്ലാസ്സിലേക്ക് കിടക്കുന്നത് മുന്നേ ആയി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളെല്ലാം STD3 2024 എന്ന പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മാത്സിൻ്റെ വീഡിയോസ് മാത്രം മതിയെങ്കിൽ STD3 മാത്സ് എന്നുള്ള പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. പെൻഷൻ വന്നു. പാൽക്കാരന് 200 രൂപയും പലചരക്ക് കടയിൽ 500 രൂപയും മിൻഹയ്ക്ക് 100 രൂപയും കൊടുക്കണം. ഒരു മുത്തശ്ശി പറയുന്നതാണ് അല്ലേ. എങ്കിൽ ആകെ എത്ര രൂപ വേണം? എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? പാൽക്കാരന് വേണ്ടത് 200 രൂപയാണ്, പലചരക്ക് കടയിൽ കൊടുക്കേണ്ടത് 500 രൂപയാണ്, മിൻഹയ്ക്ക് 100 രൂപ കൊടുക്കണം. അപ്പോൾ 200 കൂട്ടണം 500 കൂട്ടണം 100, 200ലേക്ക് 500 കൂട്ടുമ്പോൾ 700, 700ലേക്ക് 100 കൂടെ കൂട്ടുമ്പോൾ 800. ആകെ എത്ര രൂപ വേണം? 800 രൂപയാണ് വേണ്ടത്. ഇനി കുട്ടി പറയുന്നത് നോക്കൂ. മുത്തശ്ശി തന്ന 100 രൂപ കുടുക്കയിലിടാം. ദിവസം 1 രൂപ വീതം ഞാൻ തരാമെന്ന് അച്ഛൻ പറയുന്നു. എങ്കിൽ ഓരോ ദിവസവും കുടുക്കയിലുള്ള തുക എത്രയെന്ന് മിൻഹ കണ്ടെത്തി കാർഡിലെഴുതി. കാർഡ് പൂർത്തിയാക്കൂ. കാർഡ് നോക്കിക്കേ. ഓരോ ദിവസവും കിട്ടിയത്, അതുപോലെ തന്നെ സ്ഥാനവില കാർഡ് വെച്ച് നോക്കിയപ്പോൾ തുക എത്ര എന്നിങ്ങനെ 3 കോളങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. 1ാം ദിവസം മുത്തശ്ശി 100 രൂപ കൊടുത്തത് കുടുക്കയിലിട്ടു. അപ്പോൾ സ്ഥാനവില അടിസ്ഥാനത്തിൽ 100 രൂപ എന്ന് പറയുമ്പോൾ എത്രയാണ് തുക? 100 ആണ്. ഇനി 2ാം ദിവസമോ? 100 രൂപയും അച്ഛൻ 1 രൂപ വേറെയും കൊടുക്കുന്നു. 100 കൂട്ടണം 1 = 101. ഇനി 5ാം ദിവസം മുത്തശ്ശി 1ാമത്തെ ദിവസം കൊടുത്ത 100 രൂപയും അതിലേക്ക് അച്ഛൻ 4 ദിവസങ്ങളിലായിട്ട് പിന്നീടുള്ള 4 ദിവസങ്ങളിലായിട്ട് കൊടുത്ത 4 രൂപയുമുണ്ട്. 100 കൂട്ടണം 4 = 104. അടുത്തത് 6ാം ദിവസം 100 രൂപയും അതുവരെയുള്ള 5 ദിവസങ്ങളിൽ കൊടുത്ത 5 രൂപയും. 100 കൂട്ടണം 5 = 105. 8ാം ദിവസമോ? 100 കൂട്ടണം 7 = 107. ഇനി 9ാം ദിവസമോ? 100 കൂട്ടണം 8 = 108. 10ാം ദിവസം 100 കൂട്ടണം 9 = 109. 11ാം ദിവസം 100 കൂട്ടണം 10 = 110. എങ്കിൽ 21ാം ദിവസം എത്ര രൂപ ഉണ്ടാവും? 21ാം ദിവസം നമുക്കറിയാം, ആദ്യത്തെ 100 രൂപയും പിന്നീടുള്ള 20 ദിവസത്തെ 20 രൂപയും. അപ്പോൾ 100 കൂട്ടണം 20 = 120 എങ്കിൽ 54ാമത്തെ ദിവസം എത്ര രൂപ ഉണ്ടായിരിക്കും? ആദ്യത്തെ ദിവസത്തെ 100 രൂപയും പിന്നീടുള്ള 53 ദിവസത്തെ 53 രൂപയും. 100 കൂട്ടണം 53 = 153 രൂപയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്തു നോക്കാം. ആരോഗ്യ സർവേ നടക്കുകയാണ്. വീട്ടു നമ്പർ ക്രമത്തിലാണ് സർവേ. അവർ മിൻഹയുടെ വീട്ടിലെത്തി. അവളുടെ വീട്ടു നമ്പർ 296 ആണ്. തുടർന്ന് സർവേ നടത്തിയ വീടുകളിൽ നമ്പർ ക്രമമായി എഴുതൂ. വീടുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിറം കൊടുക്കുകയും ചെയ്യാം കേട്ടോ. നമുക്കറിയാം മിൻഹയുടെ വീട്ടു നമ്പർ എന്ന് പറയുന്നത് 296 ആണ് അല്ലേ. അതിന് തൊട്ട് മുൻപുള്ള നമ്പർ നോക്കൂ, 295 അല്ലേ. 295, 296. അടുത്തത് എന്ത് വരും? 297, 298, 299. അടുത്തതോ? 300, 301, 302, 303, 304, 305, 306, 307, 308, 309, 310, 311 എന്നിങ്ങനെയാണ് വീട്ടു നമ്പറുകൾ വരുന്നത്. പെൻസിലിൻ്റെ വില. മിൻഹയുടെ അച്ഛൻ്റെ കമ്പനിയിൽ നിന്നും അനൈ ഒരു പെട്ടി പെൻസിൽ വാങ്ങി. 300 രൂപയാണ് വില. ഏതൊക്കെ രീതിയിലായിരിക്കും നോട്ടുകൾ കൊടുത്തത്? നോക്കിക്കേ. നമുക്കിവിടെ 100ൻ്റെ, 20ൻ്റെ, 50ൻ്റെ, 10ൻ്റെ, 200ൻ്റെ, 500ൻ്റെ നോട്ടുകളും 5ൻ്റെയും 2ൻ്റെയും 1ൻ്റെയും കോയിനുകളുമാണ് തന്നിട്ടുള്ളത്. ഇനി ഇതിനെ ഏതെല്ലാം രീതിയിൽ നമുക്ക് 300 ആക്കാം? ഒന്നുകിൽ ഒരു 200 രൂപയും ഒരു 100 രൂപയും കൊടുക്കാം. 200 കൂട്ടണം 100 = 300 ആയില്ലേ. അല്ലെങ്കിൽ 3 100 രൂപ നോട്ടുകൾ കൊടുക്കാം. 100 കൂട്ടണം 100 കൂട്ടണം 100 = 300 അല്ലേ. അതുമല്ലെങ്കിൽ 6 50 രൂപ നോട്ടുകൾ കൊടുക്കാം. 6 50കൾ ചേരുമ്പോൾ 300 രൂപയായി.
അതുപോലെ ഒരു 200-ൻ്റെ നോട്ടും 2 50-ൻ്റെ നോട്ടും കൊടുക്കാം. 200 കൂട്ടണം 50 കൂട്ടണം 50 സമം 300 അതുപോലെ തന്നെ 15 20 രൂപ നോട്ടുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ 300 ആവും. ഇനി 30 10 രൂപ നോട്ടുകൾ കൊടുത്താലും 300 ആയില്ലേ? ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇതിനെ 300 രൂപയാക്കിയിട്ട് മാറ്റാവുന്നതാണ്. ചിത്രത്തിൽ നൽകിയ എല്ലാ നോട്ടുകളും നാണയങ്ങളും ഓരോന്ന് വീതം ചേർന്നാൽ ആകെ എത്ര രൂപയാകും? എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് തന്നിട്ടുള്ള എല്ലാ സംഖ്യകളും കൂടെ ഒന്ന് കൂട്ടി നോക്കിയാൽ മതി. അതായത് 100 കൂട്ടണം 20 കൂട്ടണം 50 കൂട്ടണം 10 കൂട്ടണം 200 കൂട്ടണം 500 കൂട്ടണം 5 കൂട്ടണം 2 കൂട്ടണം 1 എല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് 888 എന്നാണ് വരുന്നത്. ഈ സംഖ്യ അബാക്കസിൽ വരച്ചു ചേർക്കൂ. നമുക്ക് 100-ൻ്റെ സ്ഥാനത്തും 10-ൻ്റെ സ്ഥാനത്തും ഒറ്റയുടെ സ്ഥാനത്തും വരുന്നത് 8 തന്നെയാണ് അല്ലേ? അപ്പോൾ 3 സ്ഥാനവിലയിലും എന്ത് ചെയ്യുക? 8 ബീഡ്സ് വരച്ചു കൊടുക്കുക, 8 മുത്തുകൾ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് 2 അബാക്കസുകളിൽ 2 സംഖ്യകൾ തന്നിട്ടുണ്ട്. ആ സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എഴുതൂ. ആദ്യത്തെ അബാക്കസിൽ നോക്കൂ, 100-ൻ്റെ സ്ഥാനത്ത് 2 അതുപോലെ 10-ൻ്റെ സ്ഥാനത്ത് 6 ഒറ്റയുടെ സ്ഥാനത്ത് 3 അപ്പോൾ സംഖ്യ 263. ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കൂ, അബാക്കസ് തന്നിട്ടുണ്ട്. അബാക്കസിൽ കുറച്ച് മുത്തുകൾ ഇട്ടിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമാക്കിയിട്ടില്ല. ഈ ചിത്രത്തിൽ സംഖ്യ 764 ആകും വിധം മുത്തുകൾ വരയ്ക്കുക. എത്രയാണ് വേണ്ടത്? 764. അപ്പോൾ 100-ൻ്റെ സ്ഥാനത്ത് 7 മുത്തുകൾ വേണം. ഇവിടെ 100-ൻ്റെ സ്ഥാനത്ത് 3 മുത്തുകളേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ 4 മുത്തുകൾ കൂടെ വരച്ചു കൊടുക്കണം. പിന്നെ 10-ൻ്റെ സ്ഥാനത്ത് 6 മുത്തുകൾ വരച്ചു കൊടുക്കണം. ഒറ്റയുടെ സ്ഥാനത്ത് 4 മുത്തുകൾ വരച്ചു കൊടുക്കണം. നോക്കിക്കേ, 764 എന്നായി. ഇനി മൂന്നാമത്തെ അബാക്കസിൽ മുത്തുകൾ വരച്ച് ചേർത്ത് സംഖ്യ ഉണ്ടാക്കണം. ഞാനിവിടെ 123 എന്ന സംഖ്യ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അബാക്കസിൽ വരച്ച് ചേർത്തിട്ടുണ്ട്. അടുത്ത പ്രവർത്തനം നോക്കിക്കേ, ചെക്കിൽ എഴുതാം. മിൻഹയുടെ അച്ഛൻ്റെ കയ്യിലുള്ള ചെക്ക് നോക്കൂ. സംഖ്യ അക്ഷരത്തിൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അത് അക്കത്തിൽ എഴുതൂ. എത്രയാണ് അക്ഷരത്തിൽ എഴുതിയ സംഖ്യ? 1000 എന്നാണല്ലേ. അക്കത്തിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1000. പട്ടിക പൂരിപ്പിക്കൂ. അക്കത്തിലും അക്ഷരത്തിലും എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള ഒരു പട്ടിക നമുക്ക് തന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് സംഖ്യകൾ, ചിലത് അക്കത്തിലാണ് തന്നിട്ടുള്ളത്, ചിലത് അക്ഷരത്തിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അക്കത്തിൽ എഴുതിയത് നമ്മൾ അക്ഷരത്തിൽ എഴുതി കൊടുക്കണം, അക്ഷരത്തിൽ തന്നിട്ടുള്ളത് അക്കത്തിലാക്കി കൊടുക്കണം. ആദ്യം തന്ന സംഖ്യ നോക്കൂ, അക്കത്തിലാണ്. 1 2 5. എങ്ങനെയാണ് വായിക്കുന്നത്? 125. ഇനി അടുത്തത് നോക്കൂ, 405. അതെങ്ങനെ നമുക്ക് അക്കത്തിൽ എഴുതാം? 405. അടുത്തത് 890. 800 എന്ന് പറയുമ്പോൾ അക്കത്തിൽ 8 വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ? 890. 890. അടുത്തത് 342. 342. അടുത്തത് നോക്കൂ, അക്കത്തിൽ തന്നിട്ടുണ്ട് 617. അപ്പോൾ എന്താ വായിക്കുന്നത്? 617. അടുത്ത സംഖ്യ അക്കത്തിൽ തന്നിട്ടുണ്ട് 550. എങ്ങനെ വായിക്കാം? 550. അവസാനത്തേതോ? 261. എങ്ങനെയാണ് വായിക്കുന്നത്? 261. ഇനി അടുത്ത ചോദ്യം നോക്കൂ, ബാങ്കിൽ പണം അടയ്ക്കാൻ. ബാങ്കിൽ പണം നിക്ഷേപിക്കാനുള്ള സ്ലിപ്പ് നോക്കൂ. ബാങ്കിൽ കൊടുക്കുന്ന നോട്ടുകളുടെ എണ്ണവും ആകെ തുകയും അതിലെഴുതണം. മിൻഹയുടെ അച്ഛൻ 800 രൂപ അടയ്ക്കാൻ 6 നോട്ടുകളാണ് ബാങ്കിൽ കൊടുത്തത്. എങ്കിൽ ഏതൊക്കെ നോട്ടുകളാണ് കൊടുത്തിട്ടുണ്ടാവുക? നമുക്കിത് പല രീതിയിൽ എഴുതാവുന്നതാണ്. എന്ത് വേണം? എല്ലാം കൂടെ കൂട്ടുന്ന സമയത്ത് അവസാനം 800 ആവണം എന്നേ ഉള്ളൂ. 6 നോട്ടുകളും ആകെ ഉണ്ടാവാൻ പാടുള്ളൂ. ഈ 2 കണ്ടീഷനാണ് വേണ്ടത്. നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് ചെയ്യാം. ഞാനിവിടെ ചെയ്യുന്നത് നോക്കിക്കേ, 200-ൻ്റെ 2 നോട്ട് കൊടുത്തു. അപ്പോൾ ആകെ എത്രയായി? 400 ആയി. ഇനി 100-ൻ്റെ 4 നോട്ടുകൾ കൊടുത്തു. അപ്പോൾ 400 കൂട്ടണം 400. 800 ആയില്ലേ? ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ, നോട്ടുകളുടെ എണ്ണം. എൻ്റെ കൈവശം 370 രൂപ ബാക്കിയുണ്ട്.
ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ എണ്ണം നോട്ടുകളാണ് ഉള്ളത് എങ്കിൽ ഏതൊക്കെ നോട്ടുകൾ എത്ര വീതമുണ്ടാകും? എന്താ പറഞ്ഞിട്ടുള്ളത്? ആകെ രൂപ എന്ന് പറയുന്നത് എത്രയാണ്? 370 ഇതിലെ അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമായ രീതിയിലാണ് നോട്ടുകളുള്ളത്. എങ്കിൽ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് എന്താണ്? 370 അക്കങ്ങൾ എന്ന് പറയുന്നത് 370 അപ്പോൾ 3 കൂട്ടണം 7 കൂട്ടണം 0. 3 കൂട്ടണം 7 എത്രയാണ് മക്കളെ? 10 അല്ലേ? അപ്പോൾ അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 10 എങ്കിൽ 10 നോട്ടുകളാണ് ഉള്ളത് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അക്കങ്ങളുടെ തുകയ്ക്ക് തുല്യമാണ് നോട്ടുകളുടെ എണ്ണം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 10 നോട്ടുകളാണ് ആകെ ഉള്ളത്. എങ്കിൽ ഏതൊക്കെയായിരിക്കും ആ നോട്ടുകൾ? എത്ര എണ്ണം വീതമുണ്ടായിരിക്കും? നമുക്കെങ്ങനെയായിരിക്കും വരുന്നത്? 3 100 രൂപ നോട്ടും 7 10 രൂപ നോട്ടുമായിരിക്കും വരുന്നത്. 3 100 രൂപ നോട്ട് എന്ന് പറയുന്നത് 300 7 10 രൂപ നോട്ട് എന്ന് പറയുന്നത് 70 300 കൂട്ടണം 70 സമം 370 രൂപയല്ലേ? നോട്ടുകളുടെ എണ്ണവും എത്രയായി? 10 തുക 10. 109 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 109 1 0 9 1 കൂട്ടണം 0 കൂട്ടണം 9 സമം 10 118 എന്ന സംഖ്യയിലെ അക്കങ്ങളുടെ തുക എത്രയാണ്? 1 കൂട്ടണം 1 കൂട്ടണം 8 സമം അതും 10 മറ്റൊരു സംഖ്യ 127 ആണല്ലോ. 1 കൂട്ടണം 2 കൂട്ടണം 7 സമം 10. ഇനി അടുത്ത ചോദ്യം നോക്കൂ. അക്കങ്ങളുടെ തുക 10 കിട്ടുന്ന എത്ര സംഖ്യകളുണ്ട്? 100നും 200നും ഇടയിൽ എത്ര സംഖ്യകളുണ്ട് എന്നാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. ആദ്യം വരുന്ന സംഖ്യ 109 1 കൂട്ടണം 0 കൂട്ടണം 9 സമം 10 അല്ലേ? പിന്നെ 118 1 കൂട്ടണം 1 കൂട്ടണം 8 സമം 10 127 1 കൂട്ടണം 2 കൂട്ടണം 7 സമം 10 136 145 154 163 172 181 190 എന്നീ സംഖ്യകളാണ് 100നും 200നും ഇടയിൽ വരുന്നത്. എത്ര സംഖ്യകളായി? 10 സംഖ്യകളായി. ഇനി 200നും 300നും ഇടയിൽ വരുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? ആദ്യം വരുന്ന സംഖ്യ 208 അതായത് 2 കൂട്ടണം 0 കൂട്ടണം 8 സമം 10 ആയില്ലേ? പിന്നെ 217 2 കൂട്ടണം 1 കൂട്ടണം 7 സമം 10. ഇനി 226 2 കൂട്ടണം 2 കൂട്ടണം 6 സമം 10. പിന്നെ 235 244 253 262 271 280 ഇത്രയും സംഖ്യകളാണ് വരുന്നത്. ഇപ്പോൾ എത്ര സംഖ്യകളായി? 9 സംഖ്യകളാണ് ആയത്. ഇനി 300നും 400നും ഇടയിൽ ഏതൊക്കെ സംഖ്യകൾ വരും? ആദ്യം വരുന്നത് 307 അതായത് 3 കൂട്ടണം 0 കൂട്ടണം 7 സമം 10. പിന്നെ 316 325 334 343 352 361 370 ഇത്രയും സംഖ്യകൾ വരുള്ളൂ. ഇപ്പോൾ എത്ര സംഖ്യകളായി? ആകെ 8 സംഖ്യകളാണ് ആയത്. എങ്കിൽ ആകെ എത്ര മൂന്നക്ക സംഖ്യകൾ ഉണ്ടായിരിക്കും? നോക്കിക്കേ, ഇതിൽ നമുക്കൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. 100നും 200നും ഇടയിൽ 10 സംഖ്യകൾ, 200നും 300നും ഇടയിൽ 9 സംഖ്യകൾ, 300നും 400നും ഇടയിൽ 8 സംഖ്യകൾ. എങ്കിൽ 400നും 500നും ഇടയിൽ 7 സംഖ്യകൾ ഉണ്ടായിരിക്കും. 500നും 600നും ഇടയിൽ എത്ര സംഖ്യകൾ ഉണ്ടായിരിക്കും? 6 സംഖ്യകൾ ഉണ്ടായിരിക്കും. 600നും 700നും ഇടയിൽ 5 സംഖ്യകൾ, 700നും 800നും ഇടയിൽ 4 സംഖ്യകൾ, 800നും 900നും ഇടയിൽ 3 സംഖ്യകൾ, 900നും 1000നും ഇടയിൽ 2 സംഖ്യകൾ. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ആകെ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ തുക 10 കിട്ടുന്നത് 54 ഉത്തരം. അടുത്ത പ്രവർത്തനം നോക്കിക്കേ. എൻ്റെ കൈവശം 100 രൂപ 10 രൂപ നോട്ടുകളും 1 രൂപ നാണയങ്ങളും ചേർന്ന് 456 രൂപയുണ്ട്. ഏറ്റവും കുറഞ്ഞത് എത്ര നോട്ടുകളും നാണയങ്ങളും ചേർന്നാൽ 456 രൂപയാകും? ചുരുങ്ങിയത് 4 100 രൂപ നോട്ടുകളും 5 10 രൂപ നോട്ടുകളും 6 1 രൂപ നാണയങ്ങളും ചേർന്നാലാണ് 456 രൂപയാവുക. 6 100 രൂപ 8 10 രൂപ 5 1 രൂപ ചേർന്നാൽ എത്ര രൂപയാകും? 6 100 രൂപ എന്ന് വെച്ചാൽ 6 ഗുണിക്കണം 100 600 അല്ലെങ്കിൽ 6 തവണ 100 എഴുതി കൂട്ടുക. 8 10 രൂപ എന്ന് പറയുമ്പോൾ 80. അപ്പോൾ 600 കൂട്ടണം 80. 5 1 രൂപ എന്ന് പറയുമ്പോൾ 5 രൂപ. അപ്പോൾ 600 കൂട്ടണം 80 കൂട്ടണം 5 സമം 685 രൂപയാണ് ആവുന്നത്. ഇനി 4 100 രൂപയും 9 1 രൂപയും ചേർന്നാലോ? 4 100 രൂപ എന്ന് പറഞ്ഞാൽ എത്രയായി? 400 രൂപയായി. 400 കൂട്ടണം 9 സമം 409 രൂപയാണ് ആവുക. ഇനി 300 രൂപയെ നമുക്ക് ഏതൊക്കെ രീതിയിൽ എഴുതാം? ഒന്ന് നമുക്കവിടെ തന്നിട്ടുണ്ട്, 3 100 രൂപ. 3 100 രൂപ എന്ന് പറയുമ്പോൾ 100 കൂട്ടണം 100 കൂട്ടണം 100 സമം 300 ആണ്. ഇനി എത്ര 10 രൂപകൾ ചേർന്നാലാണ് 300 രൂപയാകുക?
30 10 രൂപകൾ ചേർന്നാലാണ് 300 രൂപയാവുക. 30 ഗുണിക്കണം 10 സമം 300 അല്ലേ? എത്ര 20 രൂപകൾ ചേർന്നാലാണ് 300 രൂപയാവുക? 15 20 രൂപകൾ ചേർന്നാലാണ് 300 രൂപയാകുക. അതായത് 15 ഗുണിക്കണം 20 സമം 300 അല്ലെങ്കിൽ 20 15 തവണ എഴുതി കൂട്ടി നോക്കുക. അപ്പോൾ നമുക്ക് 300 എന്ന് ഉത്തരം കിട്ടുന്നു. ഇനി എത്ര 50 രൂപകൾ ചേർന്നാലാണ് 300 തികയുക? 6 50 രൂപകൾ ചേർന്നാലാണ് 300 ആവുക. 6 ഗുണിക്കണം 50 ചെയ്താൽ 300 അല്ലെങ്കിൽ 50 6 തവണ എഴുതി കൂട്ടി നോക്കുക. ഇനി എത്ര 5 രൂപകൾ ചേർന്നാൽ 300 ആകും? 60 5 രൂപകൾ ചേർന്നാലാണ് 300 ആവുക. 5 രൂപ 60 ഇൻറ്റു 5 ചെയ്യുക അല്ലെങ്കിൽ 60 തവണ 5 എഴുതി കൂട്ടി നോക്കുക. അതുപോലെ തന്നെ 300 1 രൂപകൾ ചേർന്നാലും 300 രൂപയാകും. കോർണർ PTA. അച്ഛാ, വരുമ്പോൾ പഴം വാങ്ങണേ, നാളെ കോർണർ PTA നമ്മുടെ വീട്ടിലല്ലേ? അച്ഛൻ കോർണർ PTAയ്ക്ക് വേണ്ടി 6 കിലോഗ്രാം പഴം വാങ്ങി. 1 കിലോഗ്രാം പഴത്തിന് 50 രൂപയാണ് വില. 500 രൂപ കടയിൽ കൊടുത്തു. ബാക്കി 3 തരം നോട്ടുകളാണ് തിരിച്ചു കിട്ടിയത്. ഏതൊക്കെ നോട്ടുകളാണ് തിരിച്ചു കിട്ടിയിട്ടുണ്ടാവുക? ചോദ്യം മനസ്സിലായോ? എന്തൊക്കെ കാര്യങ്ങളാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളത്? ആകെ 6 കിലോഗ്രാം പഴമാണ് വാങ്ങിയത്. 1 കിലോഗ്രാമിന് 50 രൂപയാണ് അല്ലേ? അപ്പോൾ 6 കിലോഗ്രാം പഴത്തിന് എത്ര രൂപയാകും? 50 ഗുണിക്കണം 6 അല്ലെങ്കിൽ 50 6 തവണ എഴുതി കൂട്ടി നോക്കുക. അപ്പോൾ എത്രയായി? 300 രൂപയാണ് ആകെ ആയത്. അതായത് 6 കിലോഗ്രാം പഴത്തിനായത് 300 രൂപയാണ്. അച്ഛൻ കടയിൽ കൊടുത്തത് എത്ര രൂപയാണ്? 500 രൂപയാണ്. 500 രൂപ കടയിൽ കൊടുത്തപ്പോൾ എത്രയോ നോട്ടുകൾ 3 തരം നോട്ടുകൾ തിരിച്ചു കിട്ടി. ഏതൊക്കെ നോട്ടുകൾ എത്ര എണ്ണം വീതമാണ് തിരിച്ചു കിട്ടിയത് എന്നാണ് നമ്മൾ എഴുതേണ്ടത്. 500 രൂപ കൊടുത്താൽ അതിൽ നിന്ന് 300 രൂപ എടുത്തിട്ട് ബാക്കി കിട്ടുന്നത് എത്ര രൂപയായിരിക്കും? 500 കുറയ്ക്കണം 300 സമം 200 രൂപയായിരിക്കും. ഇനി ഈ 200നെയാണ് നമ്മൾ എങ്ങനെ 3 തരം നോട്ടുകളാക്കിയിട്ട് എഴുതേണ്ടത്. അപ്പോൾ 100ൻ്റെ ഒരു നോട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. 100ൻ്റെ ഒരു നോട്ട്, 50ൻ്റെ ഒരു നോട്ട് എത്രയായപ്പോൾ ആകെ 150 പിന്നെ 10ൻ്റെ 5 നോട്ടുകൾ കിട്ടി. അപ്പോൾ ശരിയായില്ലേ? 3 തരം നോട്ടുകൾ എത്ര എണ്ണം? 200 രൂപയിൽ കിട്ടിയില്ലേ? 3 തരം നോട്ടുകളായി. അതായത് 100ൻ്റെയും 50ൻ്റെയും 10ൻ്റെയും ആയി. ഇനി ഇത് 4 തരം നോട്ടുകളായിട്ടാണെങ്കിലോ കിട്ടിയത്? എങ്ങനെയെല്ലാം വരാം? 100ൻ്റെ ഒരു നോട്ട്, അപ്പോൾ 100 രൂപ. 50ൻ്റെ ഒരു നോട്ട്, 100 കൂട്ടണം 50 150. 20ൻ്റെ ഒരു നോട്ട്, 150 കൂട്ടണം 20 170. 10ൻ്റെ 3 നോട്ടുകൾ, 170 കൂട്ടണം 30 200. ഇങ്ങനെയും വരാം. ഇങ്ങനെയാണ് 4 നോട്ടുകൾ വീതമാണെങ്കിൽ വരുന്നത്. ഡ്രാഗൺ. മിൻഹയും കൂട്ടുകാരും പാർക്കിലെത്തി. മിൻഹ പറയുന്നത് നോക്കൂ, ഇവിടെ ഒരു ഡ്രാഗൺ, നമുക്കതിൽ കളിക്കാം. ഡ്രാഗണിൽ തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതൂ. നോക്കിക്കേ, ഡ്രാഗണിൽ തുടങ്ങുന്ന സംഖ്യ ഏതാണ്? 898 ആണ്. ആദ്യം 898, 899. അടുത്തത് ഏത് വരും? 899 കഴിഞ്ഞാൽ 900, 901, 902, 903, 904, 905, 906, 907, 908, 909, 910, 911, 912, 913, 914, 915, 916, 917, 918, 919. ഇത്രയും സംഖ്യകളാണ് ഈ ഡ്രാഗണിൽ വരുന്നത്. വായിക്കൂ, സംഖ്യകൾ എഴുതൂ. നോക്കിക്കേ, നമുക്കിവിടെ ഏതാനും സംഖ്യകൾ അക്ഷരത്തിൽ തന്നിട്ടുണ്ട്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അക്കത്തിലാക്കിയിട്ട് എഴുതണം. ആദ്യത്തേത് 899. 800 എന്ന് പറയുമ്പോൾ 8 വെച്ചാണ് തുടങ്ങുന്നത് അല്ലേ? 8 9 9 899. 900 9 0 0. 901 9 0 1. 990 9 9 0. 995 9 9 5. 998 9 9 8. അടുത്ത പ്രവർത്തനം നോക്കിക്കേ. സഹോദരൻ്റെ സമ്മാനം. മിൻഹയ്ക്ക് ചേട്ടൻ ഒരു സമ്മാനം കൊടുത്തു. കേരളത്തിലെ നദികൾ അടയാളപ്പെടുത്തിയ ചിത്രം. അവൾക്ക് സമ്മാനം വളരെ ഇഷ്ടപ്പെട്ടു. കേരളത്തിലെ ചില നദികളുടെ പേരും അവയുടെ നീളവും അവർ പട്ടികയിൽ എഴുതിയത് നോക്കൂ. ചുവടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതൂ. നോക്കിക്കേ, ഞാൻ ആ പട്ടിക കുറച്ചുകൂടെ വലുതാക്കി ഇവിടെ തരുന്നുണ്ട്. ഇതിൽ നദിയുടെ പേരും നദിയുടെ നീളം എത്ര കിലോമീറ്ററുമാണെന്നാണ് തന്നിട്ടുള്ളത്. ആദ്യത്തെ നദി മഞ്ചേശ്വരം പുഴ, 16 കിലോമീറ്ററാണ് ഉള്ളത്. വളപട്ടണം പുഴ
110 കിലോമീറ്റർ. ചാലിയാർ പുഴ 169 കിലോമീറ്റർ. ഭാരതപ്പുഴ 209 കിലോമീറ്റർ. പെരിയാർ 244 കിലോമീറ്റർ. പമ്പയാർ 176 കിലോമീറ്റർ. അച്ചൻകോവിലാർ 128 കിലോമീറ്റർ. നെയ്യാർ 56 കിലോമീറ്റർ. കല്ലടയാർ 121 കിലോമീറ്റർ. ഇനി ചോദ്യങ്ങൾ നോക്കിക്കേ. ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇതിലെ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? 244 ആണല്ലേ. അപ്പോൾ പെരിയാറാണ് ഏറ്റവും നീളം കൂടിയ നദി. 244 കിലോമീറ്ററാണ് പെരിയാറിൻ്റെ നീളം. ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ്. 16 കിലോമീറ്ററാണ്. ചാലിയാറിനേക്കാൾ നീളം കൂടിയ എത്ര നദികളാണ് പട്ടികയിലുള്ളത്? നീളത്തിനനുസരിച്ച് വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതും. ചാലിയാറിൻ്റെ നീളം എന്ന് പറയുന്നത് എത്രയാണ്? 169 അല്ലേ. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ 169നേക്കാൾ കൂടുതലുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഒന്ന് ഭാരതപ്പുഴയുണ്ട് 209, പെരിയാറുണ്ട് 244, പമ്പയാറുണ്ട് 176. ബാക്കിയെല്ലാം 169നേക്കാൾ ചെറിയ സംഖ്യകളാണ്. ഇതിനെ വലുതിൽ നിന്ന് ചെറുതിലേക്ക് എങ്ങനെ എഴുതാം? ആദ്യം ഏറ്റവും വലിയ നദിയായ പെരിയാർ 244, പിന്നെ ഭാരതപ്പുഴ 209, പിന്നെ പമ്പയാർ 176, അവസാനം ചാലിയാർ 169. ഇങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി നമുക്ക് വിലയിരുത്തൽ പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കിയാലോ? ചോദ്യം 1. പാറ്റേൺ പൂർത്തിയാക്കാം. നമുക്കിവിടെ 4 പാറ്റേണുകൾ തന്നിട്ടുണ്ട്. അത് പൂർത്തിയാക്കി നോക്കൂ. ആദ്യത്തേത് നോക്കൂ. 11, 22, 33, 44, 55, 66 എന്നിങ്ങനെയാണ് വരുന്നത്. അടുത്തത് 150, 250, 350, 450, 550. ഇനിയോ 100, 101, 103, 106, 110, 115 എന്നിങ്ങനെ വരും. ഈ പാറ്റേൺ എങ്ങനെ കിട്ടിയതെന്ന് മനസ്സിലായ മക്കളെ? മറ്റേത് രണ്ടും നിങ്ങൾക്ക് സുഖമായിരുന്നു. ഇതെങ്ങനെ മനസ്സിലായോ? 100നോട് 1 കൂട്ടുമ്പോൾ 101, പിന്നെ 101നോട് 2 കൂട്ടുമ്പോൾ 103, 103നോട് 3 കൂട്ടുമ്പോൾ 106. ഇനി 106നോട് നമ്മൾ 4 കൂട്ടേണ്ടത്, അപ്പോൾ 110. 110ലേക്ക് 5 കൂട്ടേണ്ടത്, അപ്പോൾ 115. ഇങ്ങനെയാണ് വരുന്നത്. അവസാനത്തേത് നോക്കൂ. 990, 980, 970, 960, 950. ഇവിടെ 10 വീതം കുറഞ്ഞാണ് വരുന്നത്. ഇനി നിങ്ങളുടെ വകയായിട്ട് ഇവിടെ 4 പാറ്റേണുകൾ പുതിയത് ചേർത്ത് കൊടുക്കണം. നോക്കിക്കേ, ഞാൻ ഏതാനും പാറ്റേണുകൾ എഴുതുന്നുണ്ട്. 10, 20, 30, 40. സിമ്പിൾ അല്ലേ? അടുത്തത് നോക്കൂ. 2, 22, 222, 2222, 100, 105, 110, 115, 500, 400, 300, 200. ഇതെല്ലാം ഏതാനും പാറ്റേണുകൾക്ക് ഉദാഹരണങ്ങളാണ് കേട്ടോ. ചോദ്യം 2. ഞാൻ ആരെന്ന് പറയാമോ? ആദ്യം കുറച്ച് ക്ലൂകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? 2 അക്ക സംഖ്യയാണ്. 2 അക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 2 അക്കങ്ങൾ ഉണ്ടായിരിക്കുള്ളൂ അല്ലേ. 80ൽ കൂടുതലാണ്. അപ്പോൾ 80 മുതൽ 99 വരെയാണ് 2 അക്ക സംഖ്യകളുള്ളത്. അപ്പോൾ അതിലിടയ്ക്കുള്ള ഏതോ സംഖ്യയാണ്. 1കളുടെ സ്ഥാനത്തെ അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ്. അതായത് 10ൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ 1 ആണെങ്കിൽ 1ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും? 2 ആയിരിക്കും. 10ൻ്റെ സ്ഥാനത്ത് 2 ആണെങ്കിൽ 1ൻ്റെ സ്ഥാനത്ത് 3 ആയിരിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1കളുടെ സ്ഥാനത്തേക്കാൾ ഒരു അക്കം 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലാണ് എന്ന്. അപ്പോൾ ഇവിടെ 80 മുതലാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏതായിരിക്കും സംഖ്യ? 89 ആയിരിക്കും അല്ലേ. 80നേക്കാൾ കൂടുതലാണ്, 2 അക്ക സംഖ്യയാണ്. അതുപോലെ തന്നെ 1ൻ്റെ സ്ഥാനത്തെ അക്കം എന്ന് പറയുന്നത് 10കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 1 കൂടുതലല്ലേ. 8നേക്കാൾ 1 കൂടുതലല്ലേ 9. ഇനി രണ്ടാമത്തെ സംഖ്യ നോക്കൂ. 3 അക്ക സംഖ്യയാണ്. അതാണ് ആദ്യത്തെ ക്ലൂ. അക്കങ്ങളുടെ തുക 15 ആണ്. രണ്ടാമത്തെ ക്ലൂ അതാണ്. മൂന്നാമത്തെ ക്ലൂ എന്താണ്? 1കളുടെ സ്ഥാനത്തെ അക്കത്തേക്കാൾ 8 കുറവാണ് 100ാം സ്ഥാനത്തെ അക്കം. അതായത് 1ൻ്റെ സ്ഥാനത്ത് 9 ആണെങ്കിൽ 100ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? അതിലേറെ കുറവായ 1 ആയിരിക്കും സംഖ്യ അല്ലേ. അപ്പോൾ ആകെ വരാനുള്ള പോസിബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. എന്ത്? 100ൻ്റെ സ്ഥാനത്ത് 1ഉം ഒറ്റയുടെ സ്ഥാനത്ത് 9ഉം.
വേറെ ഏത് സംഖ്യയും ഇതുപോലെ 8 കുറവായത് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 9 100ൻ്റെ സ്ഥാനത്ത് 1. ഇനി 10ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും? അത് കാണാൻ അക്കങ്ങളുടെ തുക 15 എന്ന ക്ലൂ നമുക്ക് ഉപയോഗിക്കാം. 1ഉം 9ഉം കൂട്ടിയാൽ 10. ഇനി അതിലേക്ക് എത്ര കൂട്ടിയാലാണ് 15 ആവുക? 5 കൂടെ കൂട്ടിയാലാണ് അല്ലേ? അപ്പോൾ സംഖ്യ എത്രയാണ്? 159. 1 കൂട്ടണം 5 കൂട്ടണം 9 15 ആയില്ലേ? ഇനി ഇതുപോലെ ഒരു ചോദ്യം നിങ്ങളും നോട്ട് ബുക്കിൽ എഴുതൂ. ചോദ്യങ്ങൾ കൂട്ടുകാരുമായി കൈമാറി ഉത്തരങ്ങൾ കണ്ടുപിടിക്കൂ. ഞാനൊരു 3 അക്ക സംഖ്യയാണ്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് എന്നിൽ വരുന്നത്. എൻ്റെ അക്കങ്ങളുടെ തുക 6. ഞാൻ ആരാണെന്ന് കണ്ടുപിടിക്കൂ. ഏതാണ് മക്കളെ സംഖ്യ? 3 അക്ക സംഖ്യയാണ്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ് വരുന്നത്. അതായത് ഒന്നുകിൽ 1 2 3 ആവാം, അല്ലെങ്കിൽ 2 3 4 ആവാം, അല്ലെങ്കിൽ 3 4 5 ആകാം, 4 5 6 ആകാം, അങ്ങനെയാവാം. ഇതാണ് തുടർച്ചയായ എണ്ണൽ സംഖ്യകളാണ്. അപ്പോൾ മൂന്നാമത്തെ ക്ലൂ എന്താണ്? അക്കങ്ങളുടെ തുക എന്ന് പറയുന്നത് 6. അപ്പോൾ അങ്ങനെ വരുന്ന തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ ഏതാണ്? 1 2 3 അല്ലേ? അപ്പോൾ സംഖ്യ ഏതാണ്? 123. ചോദ്യം 3. സ്കൂൾ സ്റ്റോറിലേക്ക് 950 പെൻസിലുകൾ വേണം. മിൻഹ 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളും കൊടുത്തു. ഒരു പെട്ടിയിൽ 100 പെൻസിലുകളും ഒരു പാക്കറ്റിൽ 10 പെൻസിലുകളുമാണ് ഉള്ളത്. ഇനി എത്ര പെൻസിലുകൾ കൂടി കൊടുത്താൽ 950 ആകും? എങ്ങനെയായി ചോദ്യം ചെയ്യേണ്ടത്? ആകെ വേണ്ട പെൻസിലുകൾ സമം എത്രയാണ്? 950 മിൻഹ കൊടുത്തത് എത്രയാണ്? 7 പെട്ടി പെൻസിലുകളും 6 പാക്കറ്റ് പെൻസിലുകളുമാണ്. ഒരു പെട്ടിയിലുള്ള പെൻസിലുകൾ എന്ന് പറയുന്നത് 100. അപ്പോൾ 7 പെട്ടി പെൻസിലുകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 7 ഗുണിക്കണം 100 700 ആയിരിക്കും. ഇനി ഒരു പാക്കറ്റിലുള്ള പെൻസിലുകൾ എന്ന് പറയുന്നത് 10. അപ്പോൾ 6 പാക്കറ്റ് പെൻസിലുകൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 ഗുണിക്കണം 10 60. അതായത് മിൻഹ കൊടുത്ത ആകെ പെൻസിലുകൾ എന്ന് പറയുന്നത് 700 കൂട്ടണം 60 760 പെൻസിലുകളാണ്. ഇനി 950 ആകാൻ എത്ര കൂടെ വേണം? 950 കുറയ്ക്കണം 760 ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 190 എന്നാണ് വരുന്നത്. അതായത് ഇനി 190 പെൻസിലുകൾ കൂടെ ഉണ്ടായാലേ 950 ആവുകയുള്ളൂ. അതിന് താഴെയുള്ള ചോദ്യം നോക്കൂ. 950 പെൻസിലുകൾ പെട്ടിയിലും പാക്കറ്റിലുമായാണ് കൊടുക്കുന്നതെങ്കിലോ എത്ര പെട്ടികൾ വേണ്ടിവരും? 950 അപ്പോൾ 9 പെട്ടികൾ വേണ്ടിവരും. അപ്പോഴല്ലേ 900 ആവുകയുള്ളൂ. പിന്നെ എത്ര പാക്കറ്റ് വേണ്ടിവരും? 5 പാക്കറ്റ് വേണ്ടിവരും. 50 എങ്കിലല്ലേ ആവുകയുള്ളൂ. ചോദ്യം 4. വിട്ടുപോയ കളങ്ങൾ പൂർത്തിയാക്കുക. നമുക്കിവിടെ 3 പാറ്റേണുകളാണ് തന്നിട്ടുള്ളത്. പൂർത്തിയാക്കി നോക്കാം. ആദ്യത്തേത് നോക്കൂ. 301 401 501 601 701. രണ്ടാമത്തെ പാറ്റേൺ നോക്കൂ. 299 399 499 599 699. മൂന്നാമത്തെ പാറ്റേൺ നോക്കൂ. 300 400 500 600 700. അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് സംഖ്യകൾ കൂട്ടുകാർ എന്ന പാഠത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ഇന്നത്തെ ക്ലാസ് എല്ലാ മക്കൾക്കും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകൾ നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമുള്ള മറ്റ് ക്ലാസ്സുകൾ ഏതൊക്കെയാണെന്ന്, മറ്റ് പാഠങ്ങൾ ഏതൊക്കെയാണെന്ന് കമൻറ്റ് ബോക്സിലൂടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്